തട്ടാന്റെ കാര്യത്തിന് ഒരു എന്താ പറയാ, സോറി തട്ടാന്ന് പറയരുതെന്ന് എന്നോട് ഏതൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരുന്നു. അതൊരു സമുദായമാണ്, നിങ്ങൾ അങ്ങനെ പറയല്ലേ. അപ്പൊ സോറി, അങ്ങനെ ആർക്കെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തിരുത്താണ്. അപ്പൊ ഈ സ്വർണ്ണപ്പണിക്കാരന് ഈ പറയുന്നത് പോലെ 10-16 ലക്ഷം റുപ്പിക ഈ ഒരു പീരീഡിൽ അവർ കൊടുത്തിട്ടുണ്ടാവണം. അതായത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താണോ? ആ പൈസ എവിടെ? ആരായും പൈസ കൊടുത്ത്? പോലീസ് കീശയിന്ന് കൊടുത്തോ? അതോ ഈ പറയുന്ന സ്വർണ്ണപ്പണിക്കാരന് ഈ പറഞ്ഞ പോലെ തന്നെ അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഒരു കഷ്ണം വെട്ടിയെടുത്ത് ഒരുക്കിക്കൊണ്ട ബാക്കി ഇവിടെ വെട്ടി ഞങ്ങൾക്കുണ്ടാ എന്ന് പറഞ്ഞതല്ലേ? ഇത് പച്ചയായ സത്യം ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെയും പറയും കള്ളക്കടത്തേറെ സഹായിക്കാൻ നിൽക്കാൻ പറയും. ഏത് രൂപത്തിൽ കൊണ്ടുവന്ന് വിൽക്കാനും 1 കിലോ സ്വർണ്ണത്തിൽ 1 ഗ്രാമിൽ താഴെ മാത്രമേ 1 ഗ്രാമും പോവില്ല. 1 ഗ്രാമും പോവില്ല പോവുള്ളൂ എന്നാണ് പറയുന്നത്. ആ 1 കിലോ ഒരിക്കൽ മില്ലികള്, കാരണം ഇത് 99% ഗോൾഡാണ് ഈ വരുന്നത്. 99.9 എന്താ പറയാ 100% കൂട്ടിക്കുക. അതിൽ പോയിന്റ് അതൊരു എന്താ പറയാ ഒരു റിസ്ക് കവർ ചെയ്യാൻ വേണ്ടിയിരുന്ന ശരിക്കും അത് 100% പ്യുവർ ഗോൾഡാണ്. അതൊരിക്കൽ എന്താവാനാണ്? അതന്നെ ഉണ്ടാവും. അപ്പൊ ഇതിലത് ഒരു വസ്തുതയില്ല. 1500 ഗ്രാം പാന്റിലും ട്രൗസറിലും തേച്ച് കൊടുക്കുന്ന ഒരിക്കൽ ആ ഡ്രസ്സിന്റെ ആരാണ്? എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി? ഇനിയെങ്കിലും അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തെ ഈ പറ്റിക്കപ്പെടുന്ന അദ്ദേഹം ഇനിയും എന്താ മനസ്സിലാക്കാത്തത്? കേരളത്തിലെ മൂക്ക് താഴോട്ടായ മനുഷ്യർക്ക് മുഴുവൻ മനസ്സിലായി. അദ്ദേഹത്തിന് മനസ്സിലാണെങ്കിൽ എനിക്ക് നിവൃത്തിയൊന്നുമില്ല. മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണോ താങ്കൾ ഇപ്പോൾ സ്വർണ്ണക്കടത്തുകാരനായിട്ട് മാവാലക്കാരനായിട്ടൊക്കെ ചിത്രീകരിക്കുന്നത്? അതൊന്നും ഒരിക്കലല്ല. അദ്ദേഹം കരുതി കൂട്ടി പറയണം. അയാൾക്ക് ബോധ്യപ്പെടുന്ന നേരമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നാല് കുറച്ച് സഖാക്കളോ അല്ലെങ്കിൽ ഈ പറഞ്ഞോളൊക്കെ അതിന്റെ ബാക്കിൽ ഓഹോഹോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നെ സഖാക്കൾ വിളിക്കുന്നുണ്ടല്ലോ, ഉത്തരവാദിത്തപ്പെട്ടവർ വിളിക്കുന്നുണ്ടല്ലോ. മറ്റ് ഇടപാടുകളല്ലേ ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല ഇടപാടും കോടികളുടെ 100 കോടികളുടെ ഇടപാടാണ്. അത് മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പങ്കുണ്ടെന്നാണ് പറയുന്നത്. അല്ല, അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതൊക്കെ എല്ലാവർക്കും കേവല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണല്ലോ. എല്ലാവരും അന്വേഷിക്കട്ടെ, മനസ്സിലാക്കട്ടെ. ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് അറിവില്ലാത്ത ഒരു കാര്യം, ശശിക്ക് എന്തായാലും പങ്കുണ്ട്. ഈ ശശിക്ക് ഇതിൽ ശക്തമായ പങ്കുണ്ട്. ഈ ഇടപാടിന്റെ ഭാഗമാണ് ശശി എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടുമില്ല. അതെന്താ തെളിവ് നിങ്ങൾ ചോദിക്കും. ആ തെളിവ് എന്ന് പറഞ്ഞ കോമൺ സെൻസ്. 3 ചില്ലാനം കൊല്ലം അമ്പകുരം നിർത്താതെ നിർബാധം ഒരു എയർപോർട്ടിലൂടെ ഈ രീതിയിൽ സ്വർണം കടത്തി ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എസ് പിക്ക് മാത്രമേ സാധിക്കൂല. അത് ADG അജിത് കുമാറുണ്ട്, അജിത് കുമാറിനോടൊപ്പം ഈ ശശിയുണ്ട്. അല്ലാതെ ഇത് ഒരിക്കലും നടക്കൂല. അതന്നെയാണ് ഇതിന്റെ തെളിവ്. അല്ല, അത് അന്വേഷിക്കട്ടെ. അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ എത്തുമല്ലോ. അതിനാണല്ലോ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, 2 കുട്ടി കാരിയർമാരെ നിങ്ങളുടെ മുമ്പിൽ 3 ദിവസം മുമ്പ് ഞാൻ പ്രദർശിപ്പിച്ചത്. അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചോ ഈ SIT? അവര് പോലും തയ്യാറില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എങ്ങനെ ഫോൺ ചോർത്തൽ കേസ് വന്നു, അതിൽ കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത് എന്നാണ് കണ്ണൂർ നടക്കുന്നവർ പറഞ്ഞത്. നോക്കാം, നമുക്ക് എന്റെ അടുത്ത് എത്തിയിട്ടില്ലല്ലോ. വരുമ്പോ നോക്കാം. 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറിയെന്ന് പറയുന്നു. അതിനുശേഷമാണ് 28-ാം തീയതി മൊഴിയെടുത്ത് 5-ാം തീയതി ഈ മാസം 5-ാം തീയതി കൊടുത്ത പരാതിയാണ് 28-ാം തീയതി DGP പോലീസിന് കൈമാറുന്നത്. അതിനുശേഷമാണ് ആ കേസിൽ കോട്ടയത്ത് കേസ് രജിസ്റ്റർ. അപ്പോൾ EV അൻവർ പാർട്ടിയിൽ നിന്ന് പുറത്താവുകയും പാർട്ടിക്കെതിരെ ആരോപണം പറഞ്ഞതിന് ശേഷം അതിലെ പ്രതികാര നടപടിയായിട്ട് തന്നെയാണ് ഈ കേസ് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, അത് 100% അതല്ലേ? 100%. ഇനിയും ഒരുപാട് കള്ളക്കേസുകൾ വരും. ഇപ്പൊ നിങ്ങൾ പാർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ, നാട് നീളെ നടക്കല്ലേ പോലീസ് ഈ പറയുന്ന. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, അവർക്കില്ല ഓർഡറല്ലേ. ഇപ്പൊ റിദാൻ വധക്കേസ് തന്നെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാ അട്ടിമറിക്കുന്നത്? SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. അതുകൊണ്ട് പോലീസ് വീണ്ടും കോടതിയിൽ പുനരന്വേഷണത്തിന് അപേക്ഷ കൊടുത്ത് കോടതി അവർക്ക് പെർമിറ്റ് ചെയ്യണേ. SIT പോയില്ലേ? ഞാൻ നിയമസഭ തുടങ്ങും. ഞാൻ 2 ദിവസം കൂടി കഴിഞ്ഞേ പോവുള്ളൂ. ഈ 1-2 പബ്ലിക് മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ. പിന്നെ അവിടെ ഒരു കസാല ഉണ്ടാവും വിചാരിക്കുന്നില്ല. ഇങ്ങനെ നിരത്തിയിരിക്കും. എങ്ങനെ മൃഗമുണ്ടാകാൻ സാധ്യത കുറവാ. അത് ശരി, ചൂടില്ല. എങ്ങനെ ആരാണ് ശത്രു? ആരാണ് ശത്രു? അതെ, അല്ല, ആ ശത്രുവിൽ ഞാൻ പെടുമെന്ന് ചോദിക്കുക.
അത് വേറെ ആരെങ്കിലും ആവോ? പെട്ടോട്ടെ. ആരെല്ലാം എന്തെല്ലാം ചെയ്യണ് എന്റെ പ്രശാന്ത്, അതൊക്കെ വഴിക്ക് വരെ പോകും. നമ്മളിങ്ങനെ പോകും, പോകുന്നവരെ. താങ്കളെക്കാൾ വലിയൊരു ശത്രു ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതെനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. മുന്നത്തേക്ക് പോരെ, ആവശ്യത്തിലായല്ലോ. ശരി. ഈ അടുത്ത പരിപാടികൾ വീണ്ടും ആഞ്ഞടിക്കുകയാണ് പി വി അൻവർ. നിലമ്പൂരിലെ പൊതുയോഗത്തിന് ശേഷം ആദ്യമായി പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്താ പറയാ, 6:30 മണിക്ക് മുതലക്കുളം മൈതാനിയിൽ നാളെ ഏറനാട് മണ്ഡലത്തിന്റെ വിശദീകരണ യോഗം നാളെ വൈകുന്നേരം ഈ 6:30 മണിക്ക് അരീക്കോട് ടൗണിലുണ്ട്. മറ്റന്നാൾ ചൊവ്വാഴ്ച, ഇന്ന് തിങ്കൾ അല്ലെ, നാളെ ചൊവ്വ, നാളെ അരീക്കോട്, ബുധൻ മഞ്ചേരി, വ്യാഴം വേങ്ങര, ഈ 3 മണ്ഡലങ്ങളിലും ഇപ്പൊ യോഗം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് തീരുമാനിക്കും. ഇല്ലല്ല, റെസ്റ്റ് ഇതൊക്കെ തന്നെ. നിങ്ങൾ റെസ്റ്റ് തന്നാ മതി. ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്നതിനാണ് ധാരണ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാർട്ടി ആണെങ്കിൽ CPI ഒക്കെ ആണെങ്കിൽ പിൻവാങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതൊരു സേഫ് എസ്കേപ്പ് അല്ലേ. ഇനി എന്താ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്താ അർത്ഥമല്ല. ഞാനെന്താ പറയുന്നത്, 2024 ഏറ്റവും വലിയ വെട്ടിത്താണ് ഈ പറയുന്നതിന്റെ കാരണം അതാണ്. കാരണം ഇനി അയാൾ ആ സീറ്റിൽ നിന്ന് അടുത്ത കസാലി അദ്ദേഹത്തെ ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറക്കണം. അതാണ് സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. PHQവിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കി ആ റൂമിന്റെ താക്കോലും ഫോണും പോലീസുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തിരിച്ചു പിടിച്ച് പുറത്തു നിർത്തണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ സീറ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്താ ആഘോഷിക്കാൻ നിൽക്കണോ? അത്ര വിഡ്ഢികളാണോ കേരളത്തിലെ ജനങ്ങള്? ഞാൻ മാറ്റണം എന്നല്ല പറയുന്നത്, ഞാൻ പറയാൻ ഡിസ്മിസ് ചെയ്യണമെന്ന് എന്റെ ആവശ്യം. അറ്റ്ലീസ്റ്റ് സസ്പെൻഷൻ മാറ്റില് നമ്മൾ പറയുന്നില്ലല്ലോ. അത് ആദ്യത്തെ ആഴ്ച. ഞാനിപ്പോ അദ്ദേഹത്തെ മാറ്റണം എന്നല്ല പറയുന്നത്, അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണം. അന്വേഷണം നടത്തിയിട്ട് ആദ്യം സസ്പെൻഡ് ചെയ്യണം, വിളിക്ക് നിർത്തണം PHQന്റെ. നിങ്ങൾക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല? മാറ്റിയാൽ മതിയോ? ഒരു അഭിപ്രായം പറയുന്നത്. പത്രം വിട്, അൻവറിനും വിട്, MLAയും പോട്ടെ, പത്രക്കാരനും പോട്ടെ. താങ്കളൊരു വ്യക്തി എന്ന നിലക്ക് ഈ പറഞ്ഞ ആളെ മാറ്റി നിർത്തണോ അതോ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തണോ? എന്താ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? വ്യക്തിപരമായി പറഞ്ഞാൽ മതി. നിങ്ങൾക്കൊന്നും ഒരാൾക്കും ഒരു ആത്മവിശ്വാസമില്ല, മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യണം. ഇന്നലെ അവിടെ ഭൂരിഭാഗം ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അതായത് എന്തുകൊണ്ട് ഒരു മണിക്കൂർ പോലും ADGP മാറ്റിയില്ല എന്നാണ്. സാധാരണ പ്രധാനമായും പറയുന്ന ഒരു സാധനം. അതായത് താങ്കളുടെ ആ വിഷയം ആളുകളിലേക്ക് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. പിന്നെന്താ, ഗ്രാസ് റൂട്ട് ലെവലല്ല അത്. എന്താ പറയാ, ആളുകളുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈവൻ ഇപ്പൊ എന്റെ കയ്യും കാര്യം വെട്ടെന്ന് പറയുന്ന പ്രസംഗിച്ച എന്താ മുദ്രാവാക്യം വിളിച്ച ആ കുട്ടികളുടെ മനസ്സിലുണ്ട്. അവരൊന്നും ഇപ്പൊ അവര് സ്വയം വിളിക്കില്ലല്ലോ.